ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവ തിരുമുഖത്തേക്ക് നോക്കാം, ദൈവശബ്ദത്തിനായി കാതോർക്കാം. വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായ സെഫന്യാവിനാൽ എഴുതപ്പെട്ട സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം നമ്മോട് ഇടപെടുന്നത്, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു, അവൻ രാജാവായി നിന്റെ മധ്യേ വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവ തിരുമുഖം അന്വേഷിക്കുന്നവൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. അവനെതിരെ ഏതൊക്കെ പദ്ധതികൾ ഉയർന്നാലും, ഏതൊക്കെ ശത്രു പ്രബലനായി നിന്നാലും, ആരൊക്കെ വെല്ലുവിളിച്ചാലും, പ്രിയപ്പെട്ട ദൈവ പൈതലെ ഭയപ്പെടേണ്ട. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ എളിയവനെയും നിലവിളിക്കുന്നവനെയും കൈവിടാത്ത കർത്താവാണ്. അവൻ തകർന്ന ഹൃദയത്തെ നിരസിക്കാത്ത കർത്താവാണെങ്കിൽ, ഇന്ന് പ്രതിസന്ധികളിലൂടെ ആരെങ്കിലും യാത്ര ചെയ്യുന്നെങ്കിൽ, കഷ്ടനഷ്ടങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ, കര കാണാതെ ഉഴലുന്ന അനുഭവത്തിലൂടെ പോകുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ലക്ഷ്യത്തിലെത്തുവാൻ ഒരേ ഒരു മാർഗം യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക, കർത്താവിനോട് അടുത്ത് വരിക. അവൻ നിങ്ങളെ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുന്ന ദൈവമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇന്ന് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, അവൻ നിന്റെ ന്യായവിധികളെ മാറ്റി എന്ന് പറഞ്ഞാൽ, ശത്രു നിനക്കെതിരെ വെച്ച ചില ന്യായവിധികളുണ്ട്, ശത്രു എഴുതി വെച്ച ചില തീരുമാനങ്ങളുണ്ട്, ശത്രു എടുത്തിരിക്കുന്ന ചില പദ്ധതികളുണ്ട്. അതിനെ പൊളിച്ചു കളയാൻ ഭക്തന് കഴിയുന്നില്ലെങ്കിലും അതിനെ പൊളിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുമാത്രമല്ല, നിന്നെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങി, നിന്റെ കുലത്തെ മുടിക്കാൻ വേണ്ടി പ്ലാനുകൾ ഒരുക്കി, തീരുമാനമൊരുക്കി, അതിനുവേണ്ടി ചുവട് വെക്കുന്ന ശത്രുവുണ്ട്. അവനെ ജയിപ്പാൻ ഒരുപക്ഷെ നിനക്ക് കഴിയത്തില്ല, പക്ഷേ അവനെ തകർക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം തിരുവചനം പഠിക്കുമ്പോൾ, മൊർദെഖായിക്കും അവൻ്റെ കുലത്തിനുമെതിരെ തീരുമാനമൊരുക്കി, ന്യായവിധി ഒരുക്കി, കൊന്നു മുടിച്ചു കളയാൻ, കുലത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഹാമാൻ രാജാവിനെ വശീകരിച്ച് ന്യായവിധി തയ്യാറാക്കി ദേശമൊക്കെ പരസ്യം ചെയ്തിരിക്കുക. 1. 2, അതിൻ്റെ മൊർദെഖായി എന്ന യഹൂദന്മാരുടെ നേതാവായിരിക്കുന്നവനെ കൊന്നുകളയാൻ വേണ്ടി 40 അടി മുഴമുള്ള കഴുക് അവൻ്റെ വീട്ടിൽ പണിതുകൊണ്ടിരിക്കുക, കഴുമരം. അങ്ങനെയെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളെ തീർക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇനി ഒരു രക്ഷയില്ലെന്ന് സകലരും പറയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനാണോ, നിന്റെ ഉത്തരം സ്വർഗത്തു നിന്ന് വരും. ഈ പ്രതിസന്ധികളുടെ നടുവിൽ പൂഴി വാരിയിട്ട് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മൊർദെഖായി യഹൂദജനവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, നിലവിളി കേട്ട് മൗനമായിരിക്കുന്ന ദൈവമല്ല, കണ്ണുനീര് കാണാത്ത ദൈവമല്ല, നിന്റെ കണ്ണുനീരിന് പ്രതിഫലം നൽകുന്ന ദൈവം. ആമേൻ. മൊർദെഖായിക്കെതിരെ ഹാമാൻ എഴുതിയ ന്യായവിധികളെ മാറ്റാൻ, ഇസ്രായേലിനെതിരെ, യഹൂദജനത്തിനെതിരെ എഴുതിയ ന്യായവിധികളെ തച്ചുടച്ച് കളയുക മാത്രമല്ല, ഏതു ശത്രു മൊർദെഖായിക്കെതിരെ പ്രബലനായോ അവൻ്റെ പദവിയിൽ ദൈവം മൊർദെഖായിയെ കൊണ്ടിരുത്തി എന്ന് മാത്രമല്ല, ഏതു ശത്രു നിനക്കെതിരെ പ്ലാനുകൾ ഒരുക്കിയോ കഴുമരം ഒരുക്കിയോ അതിൽ തന്നെ തൂക്കി ശത്രുവിനെ നീക്കിക്കളഞ്ഞൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ പ്രയാസപ്പെടുകയോ വേണ്ട, മറിച്ച് ദൈവ തിരുമുഖം അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദാവീദ് വിളിച്ചു പറയും, സങ്കീർത്തനക്കാരൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മറുപടി നൽകാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ചുവടുകൾ വയ്ക്കുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ കഷ്ടത മാറി, കണ്ണുനീര് മാറി, ഒരു ശുഭദിനം ആഗതമാകും. ഗോഡ് ബ്ലസ് യു ഓൾ.